എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് പുതുമുഖങ്ങളുടെ സിനിമ എന്ന് പറഞ്ഞാൽ വലിയ ഇഷ്ടമാണ്. കാരണം ഞാൻ നിർമ്മിച്ച സിനിമകളിലും ഞാൻ സംവിധാനം ചെയ്തിട്ടുള്ള സിനിമകളിലൊക്കെ അധികവും വലിയ സ്റ്റാർസിനെ വെച്ച് ഞാൻ ചെയ്തിട്ടില്ല. അപ്പോൾ ഞാനൊരു ഫിലിം ചെയ്തിട്ടുണ്ട് റിക്, അതും ഒരുപാട് വലിയ സ്റ്റാർസ് ലണ്ടനിലൊക്കെ ഷൂട്ട് ചെയ്തൊരു സിനിമയാണ്. എനിക്ക് ഇഷ്ടപ്പെടാൻ കാരണം എൻ്റെ ആദ്യത്തെ സിനിമ ഒരു തലയിലാകം എന്ന് പറയുന്ന തമിഴ് സിനിമ എല്ലാം പുതുമുഖങ്ങളായിരുന്നു. തമിഴ് സിനിമയാണ്. ആ കാലഘട്ടത്തിൽ പുതുമുഖങ്ങളെ വെച്ച് സിനിമ ചെയ്യാന്ന് പറഞ്ഞാൽ വലിയ ഒരു ബുദ്ധിമുട്ടായിട്ടുള്ളൊരു കാര്യമായിരുന്നു. പക്ഷെ ആ സിനിമ, ആ പ്രൊഡ്യൂസർ, ആ ഡയറക്ടർ, അതിൻ്റെ ക്രൂ മെമ്പേഴ്സ് എല്ലാവരും പുതുമുഖങ്ങളെ വെച്ച് ആ സിനിമ എടുത്തു. ആ സിനിമ ബിസിനസ് ചെയ്യാൻ ഒരുപാട് പാടുപെട്ടു. 100 പ്രൊജക്ഷൻ ഇട്ടു ആ സിനിമ. ഡിസ്ട്രിബ്യൂട്ടേഴ്സ് വരും, കാണും, തിരിച്ചു പോകും. ഒരുപാട് കുറ്റം പറയും. അത് പറയും, ഇത് പറയും, ആർട്ടിസ്റ്റ് ഇല്ല, അതില്ല, ഡിബേറ്റ് ഇല്ല, ഫൈറ്റ് ഇല്ല എന്നൊക്കെ പറഞ്ഞ് തിരിച്ചു പോകും. അവസാനം ആ പ്രൊഡ്യൂസർ തിരിച്ചുപോയി. ഒരു മാസം കഴിഞ്ഞ് വീണ്ടും വന്നിട്ട് പുള്ളി തന്നെ 7 പ്രിൻ്റ് എടുത്ത് അപ്പണം റിലീസ് ചെയ്ത് 365 ദിവസം കഴിഞ്ഞിട്ടാണ് തിയേറ്ററിൽ നിന്ന് സിനിമ എടുത്തത്. അത്രയ്ക്ക് വലിയ ഹിറ്റായി മാറി. അതാണ് എൻ്റെ ആദ്യത്തെ സിനിമ. എൻ്റെ രണ്ടാമത്തെ സിനിമ എന്ന് പറയുന്നത് അതിൽ ഞാൻ മലയാളത്തിൽ എൻ്റെ ആദ്യത്തെ സിനിമയാണ് മോഹൻലാൽ, പിന്നെ അതുപോലെ പൂർണിമ ചേക്കാൻ, ഫാസിൽ, ചെറിയ മൽദേവ്, ഇവിടെയൊക്കെ ഫസ്റ്റ് ഫിലിമാണ്. ആ പടം ഇതുപോലെ തന്നെ സൂപ്പർ ഡൂപ്പർ ഹിറ്റായി. അപ്പോൾ നല്ല കഥ, അതുപോലെ തന്നെ നല്ല മ്യൂസിക്, 3 പാട്ടുണ്ടല്ലോ, നല്ല മ്യൂസിക്, ഹ്യൂമർ എല്ലാം ഉള്ളൊരു സിനിമയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് സക്സസ്ഫുൾ ആവും. നല്ലൊരു കഥയും വേണം. പിന്നെ ഇന്നത്തെ കാലത്ത് സിനിമ ഇറക്കിയാൽ നല്ല പ്രൊമോഷൻ വേണം. ആ പ്രൊമോഷനും കൂടി ഉണ്ടെങ്കിൽ